എങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്? ബൈബിൾ വായിക്കുമ്പോൾ നാം ബൈബിളിലെ ഓരോ വചനങ്ങളും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നാം സാധാരണയായി കേൾക്കുന്ന ഒരു പദമാണ് കോണ്ടെക്സ്റ്റിൽ വായിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ അത് എഴുതപ്പെട്ടിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കി അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. വചനത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്, അവയെല്ലാം നമുക്ക് പ്രയോജനം ഉള്ളവയാണ്. എന്നാൽ പലപ്പോഴും ബൈബിളിനെ വായിക്കുവാനായി തുറക്കുമ്പോൾ പലരും അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നവരാണ്, ഒരു ഡയറക്ഷൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിൽ ഒരു ഡയറക്ഷനെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിക്കാൻ വേണ്ടിയോ നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ അതിനെ യഥാർത്ഥമായും അതിനെ വ്യാഖ്യാനിക്കേണ്ടതും അതിന് നമ്മൾ യഥാർത്ഥമായി അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കേണ്ടതും ആവശ്യമാണ്. എങ്ങനെയാണ് ബൈബിളിനെ യഥാർത്ഥ കോണ്ടെക്സ്റ്റിൽ വായിക്കാനായി, പഠിക്കുവാനായി, മെഡിറ്റേറ്റ് ചെയ്യുവാനായി കഴിയുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. യേശു തൻ്റെ കൂടെ ആയിരുന്ന പരീശന്മാരോടായി സംസാരിക്കുന്ന തൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്കുകളുടെ വിശദീകരണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു പരീശന്മാരോട് സംസാരിക്കുകയാണ്. പരീശന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ആദ്യ പുസ്തകങ്ങൾ മിക്കവാറും കാണാപ്പാടമാക്കി പഠിച്ചു വച്ചിരിക്കുന്ന വ്യക്തികളാണ് പരീശന്മാർ. അവരോട് യേശു പറയുകയാണ്, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. തിരുവെഴുത്തുകളെ നിങ്ങൾ ശോധന ചെയ്യുന്നു. അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയും. യേശു ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ കുറിച്ച് അറിവില്ലെന്നോ നിങ്ങളുടെ ഹൃദയത്തിൽ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ബോധ്യമില്ലെന്നോ അല്ല. തിരുവെഴുത്തുകളായിരിക്കുന്ന പഴയ നിയമത്തിലെ ആദ്യ പല പുസ്തകങ്ങളും കാണാപ്പാടം പഠിച്ചിരിക്കുന്നവരോടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ വചനം വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ തിരുവെഴുത്തുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ കാണാപ്പാടം പഠിച്ച ഒത്തിരി റൈറ്റിങ്സ് ഉണ്ടായിരിക്കാം, പ്രവാചകന്മാർ വഴി എഴുതിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർ ചെയ്യപ്പെട്ട ഒരുപാട് തിരുവെഴുത്തുകൾ നിങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ വചനം, പിതാവിൻ്റെ വചനം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. ഇവിടെ ലിറ്ററലി യേശു ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, തിരുവെഴുത്തുകളും ദൈവവചനവും രണ്ടാണ്. ദൈവത്തിൻ്റെ വചനവും തിരുവെഴുത്തും വ്യത്യസ്തതയുള്ളതാണ്. അവ തമ്മിൽ കൃത്യമായ ഒരു ഡിഫറൻസിയേഷൻ, ഒരു വ്യത്യാസമുണ്ട് എന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. യേശു പറയുകയാണ്, തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നവയാണ്, എന്നെക്കുറിച്ച് പറയുന്നവയാണ്, എന്നിലേക്ക് നിങ്ങളെ നയിക്കുന്നവയാണ് തിരുവെഴുത്തുകൾ. ഒരിക്കലും അവ ദൈവത്തിൻ്റെ വചനം അല്ല. ന്യായപ്രമാണം ഉണ്ട്, പ്രവാചകന്മാരുടെ എഴുത്തുകളുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്. ഇവയെല്ലാം തിരുവെഴുത്തുകളാണ്. ഇവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവയാണ്. ഒരിക്കലും ദൈവവചനവും തിരുവെഴുത്തും തമ്മിൽ നമ്മൾ ഒരുമിച്ച് കാണാൻ പാടില്ല. അതാണ് യേശു ഇവിടെ വ്യക്തമായി പറയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ യേശു താൻ ഉയർത്തെഴുന്നതിന് ശേഷം യേശു എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടൊപ്പം നടക്കുകയാണ്. അതിനുശേഷം അവരോട് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും നിവൃത്തിയാകണം എന്നുള്ള കാര്യം അവരോട് സംസാരിച്ച ശേഷം തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയുണ്ടായി. അതായത് തിരുവെഴുത്തുകൾ യേശുവിനെ ടെസ്റ്റിഫൈ ചെയ്യുന്നവയാണ്, യേശുവിന് സാക്ഷ്യം പറയുന്നവയാണ്. അവയെ വായിക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് നിത്യജീവനെ കാണുവാനായി കഴിയും. എങ്ങനെ? നിത്യജീവനാകുന്ന യേശുവിനെ കാണുവാനായി കഴിയും. ഒരിക്കലും അത് നിത്യജീവനല്ല, നിത്യജീവനാകുന്ന യേശുവിലേക്ക് നമ്മളെ നയിക്കുന്നവയാണ് തിരുവെഴുത്തുകൾ. എന്നാൽ തിരുവെഴുത്തുകൾക്ക് എന്താ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. ബൈബിൾ നല്ലതാണ്. കാരണം തിമോത്തിക്ക് എഴുതുമ്പോൾ
പൗലോസ് പറയും 2 തിമോത്തി 3:16 പറയുകയാണ്, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്, ദൈവത്താൽ ഇൻസ്പയർഡാണ്. മനുഷ്യൻ സ്വയമേ എഴുതിയതല്ല, ദൈവത്താൽ ഇൻസ്പയർഡാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവെഴുത്തുകൾ ഉപദേശത്തിനും ശാസനയ്ക്കും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവയത്രേ. ഇവ പ്രയോജനമുള്ളവയാണ്. നാം വായിക്കുമ്പോൾ ഇവ നമ്മോട് സംസാരിക്കും, ഇവ നമുക്ക് അതേക്കുറിച്ച് വെളിപ്പാടുകൾ തരും. കാരണം ഇവ എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷനിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ, ഗൈഡൻസിലാണ് പ്രവാചകന്മാരായിക്കോട്ടെ, മോശ ആയിക്കോട്ടെ, രാജാക്കന്മാരായിക്കോട്ടെ അവർ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ എഴുത്തുകൾ നമ്മോട് സംസാരിക്കും. എഴുതപ്പെട്ട ഈ തിരുവെഴുത്തുകൾ ആരാലാണോ എഴുതപ്പെട്ടത് അതേ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തരുത്. എന്തിനു വേണ്ടി? നമ്മുടെ കറക്ഷന് വേണ്ടി, നമുക്ക് ചില തെറ്റുകളിൽ നിന്ന് പഠിക്കുവാനായിക്കാം. അതുകൊണ്ടാണ് ദൈവം ഈ ബൈബിളിനകത്ത് പഴയ നിയമത്തിലുള്ള മോശ ആയിക്കോട്ടെ, പുതിയ നിയമത്തിലുള്ള പൗലോസ് ആയിക്കോട്ടെ, മറ്റനേകം ദാവീദ് ആയിക്കോട്ടെ, അവരുടെ ഒന്നും തെറ്റുകളെ ഇതിനകത്ത് എഴുതുന്നതിൽ നിന്നും ദൈവം മടിച്ചിട്ടില്ല. അവ എഴുതി വെച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരെ റിബൽ ചെയ്തു, അന്യദേവന്മാരെ സേവിച്ച കാര്യം പോലും ഇതിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവ നമുക്ക് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവയത്രേ. ചില തെറ്റുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് അവ ആവർത്തിക്കുവാനല്ല, നാം അതിൽ നിന്ന് പഠിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ക്രിപ്ചേഴ്സും, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അവയൊട്ടും വില കുറച്ച് കാണുന്നില്ല. ഒറ്റ കാര്യം മാത്രം വ്യക്തമാക്കുന്നു: ദൈവവചനവും തിരുവെഴുത്തും വ്യത്യസ്തമാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6:63 യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. യോബ് സംസാരിച്ച വചനമോ എലീഹു സംസാരിച്ച വചനമോ അല്ല. ബൈബിളിനകത്ത് യോബ് സംസാരിച്ച വചനമുണ്ട്, ദാവീദ് പറഞ്ഞതുണ്ട്, ഈവൻ സാത്താൻ പറഞ്ഞതുകൊണ്ട്, സാത്താൻ സംസാരിച്ച കാര്യം വരെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവവചനമാണോ? ഒരിക്കലും അല്ല. യേശു പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഹല്ലേലൂയ. ഇപ്പം എല്ലാ സ്ക്രിപ്ചേഴ്സും ദൈവവചനമല്ല. എല്ലാ സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ സ്ക്രിപ്ചേഴ്സിനകത്ത് പല മനുഷ്യരുടെയും ഒപ്പീനിയൻസ് ഉണ്ട്, രാജാക്കന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്, പരീശന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്, ചുങ്കക്കാർ പറഞ്ഞതുണ്ട്, പാപികൾ അല്ലെങ്കിൽ വ്യഭിചാരി സ്ത്രീ സംസാരിച്ചതുണ്ട്, സാത്താൻ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും അത് വേർതിരിച്ച് അറിയേണ്ടതുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ സാത്താൻ യേശുവിനെ ടെംപ്റ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അവിടെ സാത്താൻ പോലും ഒരു സ്ക്രിപ്ചർ എടുത്ത് യേശുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുകയാണ്. യേശുവിന് പറയുകയാണ്, നമുക്കറിയാം സങ്കീർത്തനങ്ങൾ 91-ാം സങ്കീർത്തനത്തിലെ 12-ാമത്തെ വാക്യമാണ്. യേശുവിനോട് പറയുകയാണ്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. എന്നാൽ തൊട്ടടുത്ത വാക്യമുണ്ട്, 13-ാം വാക്യം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ്. 13-ാമത്തെ വാക്യം പറയുകയാണ്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും, ശത്രുവിൻ്റെ സകലതിനെ നീ മെതിച്ചു കളയും എന്നുള്ള വാക്കിനെ എടുക്കാതെ സാത്താൻ തന്ത്രപരമായി ഒരു വചനം മാത്രം കോട്ട് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത വചനം അവനെ തകർക്കുന്നതിനെ കുറിച്ചാണ്, അവനെ ചവിട്ടിക്കളയുന്നതിനെ കുറിച്ചാണ്. പക്ഷെ അതവൻ കോട്ട് ചെയ്തില്ല. ഇത്തരത്തിൽ ചില വാക്യങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. തിരുവെഴുത്തുകളിൽ 300-ലധികം സ്ഥലങ്ങളിൽ 300-ലധികം തിരുവെഴുത്തുകൾ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്, യേശുവിൽ നിവൃത്തിയായ പ്രവചനങ്ങളാണ്. തീർച്ചയായും അവയിലൊന്നും വില കുറച്ച് കാണുകയില്ല. അവയെല്ലാം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡാണ് അവയെല്ലാം നമ്മോട് സംസാരിക്കും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മോട് സംസാരിക്കും, നമ്മളെ കറക്റ്റ് ചെയ്യും, നമ്മളെ ഗൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, രണ്ടും രണ്ടാണ്. ദൈവവചനവും തിരുവെഴുത്തും വ്യത്യസ്തമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഞാൻ ഇപ്പം പറഞ്ഞതിൽ നിന്ന് വെച്ചൊരു കൺക്ലൂഷനിലേക്ക് ഞാൻ പറഞ്ഞ ഇത്രയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ബൈബിളിനകത്തുള്ള തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 2 തിമോത്തി 3:16 പറയുന്ന പോലെ ദൈവശ്വാസീയമാണ്, ദൈവത്താൽ ഇൻസ്പയർഡാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടത്. അവയെല്ലാം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവ
നിത്യജീവനല്ല, അവ നിത്യജീവനിലേക്ക് നയിക്കുന്നു. കാരണം നിത്യജീവൻ യേശുവാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് യേശുവാണ്. ദൈവവചനം, ഹി ഈസ് ഗോഡ്. ദൈവവചനം ദൈവമാണ്. അവയെല്ലാം ദൈവത്താൽ സംസാരിക്കപ്പെട്ടവയാണ്. നേരത്തെ ദൈവത്താൽ ഇൻസ്പയർഡ് ആണെങ്കിൽ ഇത് ദൈവത്താൽ സംസാരിക്കപ്പെട്ടവയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ, പ്രത്യേകിച്ച് തിരുവെഴുത്തുകളെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ബൈബിളിലുള്ള ഓരോ വചനങ്ങളും ദൈവം നമ്മോട് സംസാരിക്കുന്ന മുഖാന്തരങ്ങളാണ്. കാരണം അത് പരിശുദ്ധാത്മാവിനായി എഴുതപ്പെട്ടത് കൊണ്ട് അതേ പരിശുദ്ധാത്മാവ് അതിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും, നമ്മോട് സംസാരിക്കും. യോബിൻ്റെ പുസ്തകം സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് യേശുവാണ്. സുവിശേഷം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. അത് രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. രക്ഷ യേശുവാണ്. അതുകൊണ്ട് തന്നെ തിമോത്തിക്ക് പൗലോസ് എഴുതുകയാണ്, പ്രീച്ച് ദ വേർഡ്. 2 തിമോത്തി 4:2 പറയുകയാണ്, വചനം പ്രസംഗിക്കുക. വചനം എന്ന് പറയുന്നത് അതൊരു ഡോക്ടറിൻ അല്ല, വചനം യേശുവാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. ദൈവവചനം യേശുവാണ്. പ്രീച്ച് ദ വേർഡ്. യേശുവിനെ പ്രസംഗിക്കുക. ഇതാണ് പൗലോസ് തിമോത്തിയോട് പറയുന്നത്. അപ്പോൾ ബൈബിൾ എടുത്ത് പരസ്പരം തർക്കിക്കാനല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. തിരുവെഴുത്തുകൾ നമ്മളെ ഇൻസ്പയർ ചെയ്യാനാണ്, നമ്മളെ കറക്റ്റ് ചെയ്യാനാണ്, നമുക്ക് ഗൈഡ് ചെയ്യാനാണ്, നമ്മെ യഥാർത്ഥമായി യേശുവിലേക്ക് എത്തിക്കുവാനാണ്. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് യേശുവാണ്. അത് ദൈവം നമുക്ക് നൽകിയ രക്ഷകനാണ്, രക്ഷയാണ്. അതാണ് ബൈബിളിൻ്റെ ആകത്തുക. ബൈബിളിൻ്റെ ആകത്തുകയായ മെസ്സേജ്, വൺ മെസ്സേജ്, ഹി ഈസ് ജീസസ് ക്രൈസ്റ്റ് അവർ സാൽവേഷൻ. നമ്മുടെ രക്ഷ യേശു കർത്താവ്, അവനാണ് ദൈവത്തിൻ്റെ വചനം.